നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. യുഎഇയിൽ ഞായറാഴ്ച 1041 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1001 പേർ പുതുതായി രോഗമുക്തി നേടി. കോവിഡ് ബാധിച്ച് രാജ്യത്ത് 24 മണിക്കൂറിനിടെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 426 ആണ് ആകെ മരണസംഖ്യ. 98,801 പേർക്ക് യുഎഇയിൽ ആകെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 88,123 പേർക്ക് രോഗം ഭേദമായി. നിലവിൽ 10,252 പേരാണ് ചികിത്സയിലുള്ളത്. 1,08,096 കോവിഡ് പരിശോധനകളാണ് പുതുതായി നടത്തിയത്. ഒമാനിൽ 2,685 പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിക്കുകയും 42 പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 1,01,270 ഉയർന്നു. 1,768 പേർക്ക് കൂടി രോഗം ഭേദമായി. ഇതോടെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം 90,296 ഉയർന്നു. 89.1% നിലവിൽ രാജ്യത്തെ രോഗമുക്തി നിരക്ക്. സൗദിയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയെ മൂല്യവർദ്ധിത നികുതിയിൽ നിന്നും ഒഴിവാക്കിയ നടപടി നാളെ മുതൽ പ്രാബല്യത്തിലാകും. പകരം ഈ മേഖലയിലെ ഇടപാടുകൾക്ക് 5% വ്യവഹാരം നികുതി മാത്രമായിരിക്കും ഈടാക്കുക. സക്കാത്ത് നികുതി വകുപ്പാണ് പരിഷ്കരിച്ച നികുതി ഘടന പുറത്തിറക്കിയത്. കഴിഞ്ഞ ദിവസം സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് പ്രഖ്യാപിച്ച സമ്പ്രദായത്തിനാണ് നാളെ മുതൽ തുടക്കം കുറിക്കുക. ജനറൽ അതോറിറ്റി ഫോർ സക്കാത്ത് ആൻഡ് ഇൻകം ടാക്സ് ആണ് പരിഷ്കരിച്ച നികുതി ഘടന പുറത്തിറക്കിയത്. കോവിഡ് പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച ഉംറ കർമ്മം 7 മാസങ്ങൾക്ക് ശേഷം പുനരാരംഭിച്ചു. പ്രോട്ടോകോൾ മാനദണ്ഡങ്ങൾ പാലിച്ച് ഇന്ന് പുലർച്ചെയാണ് കർമ്മങ്ങൾ ആരംഭിച്ചത്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ആഭ്യന്തര തീർത്ഥാടകർക്കാണ് ഉംറ കർമ്മത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. മാർച്ച് 4-നായിരുന്നു കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി ഉംറ കർമ്മം നിർത്തിവച്ചിരുന്നത്. അനിവാര്യമാണെങ്കിൽ ഖത്തറിൽ വീണ്ടും ചില COVID-19 നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ഇതിനായി 3 ഘട്ട പദ്ധതിക്ക് അംഗീകാരം നൽകിയതായി ദുരന്ത നിവാരണ ഉന്നതാധികാര സമിതി അറിയിച്ചു. രാജ്യത്തെ ആരോഗ്യ സൂചകങ്ങളെ അടിസ്ഥാനമാക്കി പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രത്യേക ശുപാർശ പ്രകാരമായിരിക്കും ഇവ നടപ്പാക്കുക. അതേസമയം രാജ്യത്ത് നിന്ന് COVID-19 നിയന്ത്രണങ്ങൾ നീക്കുന്നതിന്റെ 4ാം ഘട്ടം നേരത്തെ നിശ്ചയിച്ച പോലെ തുടരുമെന്നും ദുരന്ത നിവാരണ ഉന്നതാധികാര സമിതി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ബഹ്റൈൻ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയർ മസ്കറ്റിലേക്കുള്ള സർവീസ് ആരംഭിക്കുന്നു. ഒക്ടോബർ 4 മുതൽ സർവീസുകൾ തുടങ്ങുമെന്നാണ് വാർത്താ ഏജൻസിയായ ഒമാൻ ന്യൂസ് നെറ്റ്വർക്കിന്റെ അറിയിപ്പിൽ പറയുന്നത്. സൗദി അറേബ്യയും ജോർദാനും അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കഴിഞ്ഞ മാസം സർവീസുകൾ തുടങ്ങിയതിന് പിന്നാലെയാണ് മസ്കറ്റിലേക്കും വിമാന സർവീസ് പുനരാരംഭിക്കുന്നത്. അബുദാബി, ദുബായ്, കുവൈറ്റ്, ജിദ്ദ, കെയ്റോ, അമ്മാൻ, ലണ്ടൻ, പാരീസ്, ഫ്രാങ്ക്ഫർട്ട്, ഏതൻസ്, മനില, ധാക്ക, ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും വിവിധ നഗരങ്ങൾ എന്നിവിടങ്ങളിലേക്ക് നിലവിൽ ഗൾഫ് എയർ സർവീസുകൾ ലഭ്യമാണ്. അവധി ദിവസം കൂട്ടുകാരോടൊപ്പം ചൂണ്ടയിടാൻ പോയി കാണാതായ പ്രവാസി മലയാളിയെ വെള്ളക്കെട്ടിൽ വീണു മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം അങ്ങാടിപ്പുറം വേലേങ്ങര മന്നാക്കലി മുഹമ്മദ് അലിയാണ് ശനിയാഴ്ച ജിദ്ദയ്ക്കടുത്ത് ഷുഹൈബയിൽ മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം മീൻ പിടിച്ചുകൊണ്ടിരിക്കെ ശക്തമായ പൊടിക്കാറ്റ് വീശിയതോടെ എല്ലാവരും വാഹനത്തിന് സമീപത്തേക്ക് തിരിച്ചെങ്കിലും അവിടെ എത്തിയപ്പോഴാണ് മുഹമ്മദ് അലി കൂടെയില്ലെന്ന് മനസ്സിലാക്കിയത്. ഇതേ തുടർന്നാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദുബായിലേക്ക് വരുന്ന താമസ വിസക്കാരും വിനോദസഞ്ചാരികളും യാത്രയ്ക്ക് മുൻപ് PCR പരിശോധന നടത്തണമെന്ന നിബന്ധന തുടരും. UAE സ്വദേശികൾ ദുബായിലെത്തിയ ശേഷം മാത്രം പരിശോധന നടത്തിയാൽ മതി. ചില രാജ്യങ്ങളിൽ നിന്നുള്ള ട്രാൻസിറ്റ് യാത്രക്കാരും ദുബായിലേക്ക് പുറപ്പെടും മുൻപ് കോവിഡ് പരിശോധന നടത്തണമെന്ന് ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങളിൽ ഭേദഗതി വരുത്തിയ പരമോന്നത സമിതി വ്യക്തമാക്കി. സൗദിയിൽ PCR ടെസ്റ്റ് പരിധി ഉയർത്തി. രാജ്യത്തേക്ക് വരുന്ന എല്ലാ വിദേശികൾക്കും 72 മണിക്കൂറിനുള്ളിൽ നടത്തിയ PCR പരിശോധന മതിയാകുമെന്ന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ഇത് സംബന്ധമായ അറിയിപ്പ് എല്ലാ വിമാന കമ്പനികളെയും അറിയിച്ചിട്ടുമുണ്ട്. നേരത്തെ 48 മണിക്കൂറിനുള്ളിൽ നടത്തിയ PCR ടെസ്റ്റ് വേണമായിരുന്നു. ഇപ്പോൾ 72 മണിക്കൂറായി കൂട്ടുകയായിരുന്നു. ചൂട് കുറഞ്ഞ പശ്ചാത്തലത്തിൽ പൊതുസ്ഥലങ്ങളിൽ തിരക്ക് കൂടിയതോടെ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമാക്കി അധികൃതർ. UAEയിൽ കോവിഡ് കേസുകളുടെ എണ്ണം കൂടി വരുന്നതിനാലാണ് കരുതലും കൂട്ടിയത്. തണുത്ത കാലാവസ്ഥയായതിനാൽ പാർക്കിലും ബീച്ചിലും മരുഭൂമിയിലും സായാഹ്നം ചെലവഴിക്കാൻ എത്തുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.